ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. ശനിയാഴ്ച ദിവസം രാജയോഗങ്ങൾ 2 നിലനിൽക്കുന്നൊരു ദിവസമാണ്. അതേതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ആദ്യത്തെ രാജയോഗം ശുക്രൻ മകരൻ രാശിയിലേക്ക് വന്നപ്പോൾ മുതൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് അമല യോഗം എന്ന് പറയുന്ന രാജയോഗം നിലനിൽക്കുന്നൊരു സമയമാണ്. കാരണം അവരുടെ 10ാം ഭാവത്തിൽ ചന്ദ്രനാലോ ലഗ്നാലോ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ അമല യോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു ചേരുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചന്ദ്രനാലാവുമ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അമലായോഗം ഉണ്ടായിരുന്നു. അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചന്ദ്രൻ മേടൻ രാശിയിൽ സഞ്ചരിച്ചപ്പോഴായിരുന്നു അവർക്ക് അമലായോഗം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാജയോഗമുള്ളതിനെക്കുറിച്ച് പറയുന്നത് ഗജകേസരി രാജയോഗത്തെക്കുറിച്ചാണ്. അതായത് കേസരി രാജയോഗം അല്ലെങ്കിൽ ഗജകേസരി രാജയോഗം എന്ന് പറയാം. കേസരി രാജയോഗം കിട്ടുന്നത് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്കാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ വ്യാഴവുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് കേസരി രാജയോഗം ഗജകേസരി രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് 1000 പൂർണ്ണചന്ദ്രനേക്കാളുമുള്ള ദീർഘായുസ്, ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. പ്രത്യേകിച്ച് വ്യാഴദശാകാലവും ചന്ദ്രദശാകാലവും വളരെ ഉത്കൃഷ്ടമായിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർ ജനിക്കുന്ന ദശാകാലം ചന്ദ്രദശാകാലമാണ്. അപ്പോൾ വളരെ ഉത്കൃഷ്ടമായ ഒരു ദശാകാലമാണ് ചന്ദ്രദശാകാലം. അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചൊവ്വയുടെ ദശാകാലമാണ്, പിന്നെ രാഹുവിൻ്റെ ദശാകാലമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലമാണ്. ഈ വ്യാഴദശാകാലവും അവർക്ക് വളരെ ഉത്കൃഷ്ടമായിരിക്കും. ഈ വ്യാഴദശാകാലത്താണ് അവർ ഏറ്റവും കൂടുതൽ ശോഭിക്കപ്പെടുന്നത്. ആ സമയത്താണ് 1000 പേരുടെ നടുവിൽ നിന്നാലും തലയെടുപ്പുള്ളൊരു വ്യക്തിയായി മാറുന്നത്, 10000 പേരിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പേരും പ്രശസ്തിയും സമ്പത്തും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് വന്നു ചേരും. അതാണ് ഈ കേസരി രാജയോഗ ഫലത്തിൻ്റെ ഫലം. ആ ഒരു ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ മരണം വരെയും നിലനിൽക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യ സമാധാന സന്തോഷപ്രദമായ ജീവിതം, 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ആരോഗ്യം നിറഞ്ഞ ഒരു ജീവിതം. അപ്പോൾ ഇതൊക്കെയാണ് കേസരി യോഗത്തിൻ്റെ ഫലം. അപ്പോൾ ശനിയാഴ്ച ദിവസം രോഹിണി നക്ഷത്രം വരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കാർത്തിക മുക്കാലിനും രോഹിണി നക്ഷത്രത്തിനും, ഇനി അത് കഴിഞ്ഞാൽ മകരം 2 പാദം നക്ഷത്രത്തിനും ഈ കേസരി രാജയോഗമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 11-ൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ശനി 11-ാം ഭാവത്തിൽ നിന്നാൽ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഈ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കണം. 12-ലെ രാഹു, 2-ലെ വ്യാഴം, അതുപോലെ തന്നെ 10-ലെ ശുക്രൻ, 4-ലെ ചൊവ്വ. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കൊടുക്കുന്നത് 4-ലെ ചൊവ്വയും 12-ലെ രാഹുവുമാണ് ഇവർക്ക് പ്രതിസന്ധി കൊടുക്കുന്നത്. നേട്ടത്തെ കൊടുക്കുന്നതോ 11-ലെ ശനിയും 10-ലെ ശുക്രനും 2-ലെ വ്യാഴവും നേട്ടത്തെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 12-ലെ രാഹുവും 4-ലെ ചൊവ്വയും ഇവർക്ക് ദോഷത്തെയും കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദോഷം വന്നു ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് 4-ലെ ചൊവ്വ. 4-ലെ ചൊവ്വ ഭാഗ്യക്കേടുകൾ ഉണ്ടാക്കുന്നു. ചൊവ്വ എന്ന് പറയുന്നത് ഇവർക്ക് 4-ലെ ചൊവ്വ എന്ന് പറയുന്നത്, ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപനുമാണ്. ബലം പ്രാപിച്ച് കേന്ദ്രഭാവത്തിൽ നിന്നാൽ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല, തികഞ്ഞു പറ്റിയൊന്നും ജീവിക്കത്തില്ല. അതാണൊരു വിഷയം.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുന്നു. ദുരുദ്യോഗം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അനിഷ്ടസ്ഥാനങ്ങളുടെ അധിപതി കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ അപ്പോൾ അങ്ങനെ ഒരു എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും എത്ര പണിയെടുത്താലും ശരിയായ പ്രതിഫലം കിട്ടുമോ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രതിസന്ധികൾ, ഞെക്കി ഞെരുക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫലം. അപ്പോൾ അതുകൊണ്ട് 2-ലെ വ്യാഴം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കൊടുക്കുന്നു. 12-ലെ ശനി ലാഭകരമായ അനുഭവത്തെ, പ്രവർത്തന മേഖലകളിൽ കൂടി ലാഭകരമായ അനുഭവത്തെ കൊടുക്കുന്നു. 10-ലെ ശുക്രൻ തൊഴിൽ സാഹചര്യത്തെ അനുകൂലമാക്കി കൊടുക്കുന്നു. പക്ഷേ എത്ര കിട്ടിയാലും തികയാത്തൊരു അനുഭവമാണ് മേടക്കൂറുകാർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർക്ക് തൊഴിൽ ഗുണമുണ്ട്, ധനനേട്ടമുണ്ട്, കുടുംബസുഖമുണ്ട്, വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവർക്കൊന്നിലും തികഞ്ഞു പറ്റാത്ത ഒരു അനുഭവം ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ളത്, അവരുടെ കൂടെ നടക്കുകയാണ്, സന്തത സഹചാരിയായിട്ട് എപ്പോഴും നടക്കുകയാണ്. അവർക്ക് തികഞ്ഞു പറ്റാത്തൊരു അനുഭവം. ചിലർക്ക് തൊഴിൽ മേഖല അനുകൂലമാണെങ്കിലും തൊഴിൽ കൂടിയുള്ള വരുമാനം അവർക്ക് പോരാ, തികയുന്നില്ല. അപ്പോൾ അത് അവർക്ക് തികയാത്തൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിത സാഹചര്യത്തെ ഞെക്കി ഞെരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ എങ്കിലും 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാഴ്ച ദിവസം ഏത് കാര്യത്തിലും ഇടിച്ചു കയറി ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനുള്ള ഒരു ധൈര്യത്തെയും പ്രോത്സാഹനത്തെയും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. പിന്നെ മറ്റൊരു നേട്ടം, ദാമ്പത്യ ജീവിത സുഖമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് മുഖേനയുള്ള ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രായമായവരിൽ നിന്നും ഭാര്യ ഭർത്താവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹബന്ധത്തിൽ കൂടി പ്രായമായവർ മുഖേന ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള സമയമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശനിയാഴ്ച ദിവസത്തെ അനുഭവമായി മേടക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ശനിയാഴ്ച ദിവസ ഗ്രഹനില ജന്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു, 3-ൽ ചൊവ്വ നിൽക്കുന്നു, നല്ലതാണ്. പിന്നെ അവർക്ക് 7-ൽ സൂര്യനും ബുധനും നിൽക്കുന്നു. 2 ഭാവഗ്രഹങ്ങളാണ് 7 നിൽക്കുന്നത്. ബുധൻ പാവനായിട്ട് 7 നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവ് ഒരു വിഷയമാണ്. 9-ൽ അവർക്ക് ശുക്രൻ നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആ ശുക്രനെ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 10-ൽ ഇവർക്ക് ശനി നിൽക്കുന്നു, തൊഴിൽപരമായുള്ള നേട്ടമാണ്. 11-ൽ രാഹു നിൽക്കുന്നു, നേട്ടമാണ്. അപ്പോൾ ഒരു ചെറിയൊരു പോരായ്മ എവിടെയാണ്? ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു പോരായ്മയാണ് അവർക്ക് അനുഭവപ്പെടുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടം തന്നെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ ഒരു അസ്വസ്ഥതയോ പ്രയാസങ്ങളോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ശത്രുതയോ വഴക്കോ കലഹമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന നല്ല സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും ഈ ശനിയാഴ്ച ദിവസം അനുഭവമായി ഈ ഇടവക്കൂറുകാരോട് പറഞ്ഞു തരികയാണ്. ഇനി മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്നു, 12-ൽ ചന്ദ്രൻ നിൽക്കുന്നു, 2-ൽ ചൊവ്വ നിൽക്കുന്നു. അതുപോലെ തന്നെ 6-ൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അവർക്ക് 8-ൽ ശുക്രൻ നിൽക്കുന്നു, 9-ൽ ശനി നിൽക്കുന്നു, 10-ൽ രാഹു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യാനുഭവങ്ങളുണ്ടാകാം, ഭാഗ്യക്കേടുകളും ഉണ്ടാകാം. അതുപോലെ തന്നെ ചന്ദ്രൻ 12-ലാണ് നിൽക്കുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകാം, തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 2-ൽ ചൊവ്വ നിൽക്കുന്നു. കുടുംബസുഖത്തിൽ കുറവ് വരും, ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാകാം, കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടാകാം, ഭാഗ്യക്കേടുകളുണ്ടാകാം, ശത്രുത ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് മിഥുനക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എങ്കിലും പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ബന്ധുക്കൾ മുഖേനയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു അനുഭവം, നല്ല അനുഭവം പ്രതീക്ഷിക്കാൻ. ചിലർക്ക് ബന്ധുക്കൾ ശത്രുക്കളാകുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാലഭൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 11-ൽ ചന്ദ്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് 9-ൽ രാഹു നിൽക്കുന്നു, 8-ൽ ശനി നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് 7-ൽ ശുക്രൻ നിൽക്കുന്നു, ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് 5-ൽ സൂര്യനും ബുധനും നിൽക്കുന്നു, 3-ൽ കേതു നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ് കർക്കിടകക്കുറുകാർക്കുള്ളത്. അപ്പോൾ ഈ
ഗ്രഹനില പ്രകാരം അവരുടെ കേന്ദ്രഭാവങ്ങളിൽ ഏതൊക്കെ ശുഭഗ്രഹങ്ങളുണ്ട്? കേന്ദ്രഭാവത്തിൽ ഒരു ശുക്രൻ നിൽക്കുന്നു. ത്രികോണഭാവത്തിൽ ബുധനും സൂര്യനും നിൽക്കുന്നു. പിന്നെ പോയിട്ട് അവർക്ക് നേട്ടമായിട്ടുള്ള ഗ്രഹസ്ഥിതി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ശുക്രൻ അനുകൂലമായ അനുഭവത്തെ കൊടുക്കുന്നു. അതൊരു നേട്ടമാണ്. ശുക്രൻ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ ബലമുള്ളൊരു ചൊവ്വയാക്കി മാറ്റിക്കൊണ്ട് ഇവരുടെ ശരീരത്തിന് തേജസ്സും ഓജസ്സും ആരോഗ്യവും സൗഭാഗ്യവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ചൊവ്വ നീചനായിട്ട് നിന്നിരുന്ന സമയത്ത് കർക്കിടകക്കുറുകാരൊക്കെ പലവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ സമയമാണ്. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്. ഇപ്പോൾ അവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. ശുക്രൻ ഈ കർക്കിടകക്കുറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. ഇപ്പോൾ ലോട്ടറി അടിക്കാം, അവർക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ട്. ചക്രവർത്തി രാജയോഗമാണ്. അപ്പോൾ അത് ലോട്ടറി അടിക്കുന്നത് ഇപ്പം ഞാൻ ലോട്ടറി അടിക്കുന്നത് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ പൂജ കൊണ്ടോ ലോട്ടറി അടിക്കണമെന്നില്ല. ആ സമയം കൊണ്ടുള്ള ആ നേട്ടം കൊണ്ട് അവർക്ക് ലോട്ടറി അടിക്കാം. പക്ഷേ പ്രാർത്ഥന കൊണ്ടും ഈ പൂജ കൊണ്ടും ഒക്കെ പ്രതിസന്ധിയിലാണ് നിങ്ങൾക്ക് നേട്ടം വരേണ്ടത്. പ്രതിസന്ധിയിൽ, നിങ്ങളുടെ പ്രതിസന്ധി, അതാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് സർവീശ്വര പൂജ ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയം എല്ലായ്പ്പോഴും, ഒരു വർഷത്തെ സമയം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കണമെന്നില്ല. സമയം അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ പൂജ കൊണ്ടാണെന്നോ എൻ്റെ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നൊരു കാര്യമല്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ, നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുമ്പോൾ, അപ്പോൾ പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ നേട്ടമുണ്ടായാൽ അതാണ് ഈശ്വരാനുഗ്രഹം, അതാണ് പൂജയുടെ ശക്തി. അല്ലാതെ നിങ്ങളുടെ നല്ല സമയത്ത് ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്ന കർക്കിടകക്കുറുകാർക്ക് ലോട്ടറി അടിച്ചിട്ട് എൻ്റെ ചാനലിൽ കൊണ്ട് തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ട് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് സത്യമല്ല. അത് നിങ്ങൾക്ക് ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. കർക്കിടകക്കുറുകാർക്ക് ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്ന, ലോട്ടറി അടിക്കും, പണം കിട്ടും, പല പല കാര്യങ്ങൾ നടക്കും. സ്ത്രീകൾ മൂലമുള്ള നേട്ടങ്ങളുണ്ടാകും, തൊഴിൽപരമായുള്ള നേട്ടങ്ങളുണ്ടാവും. അത് ഗ്രഹങ്ങൾ നൽകുന്ന യോഗമാണ്. അതെൻ്റെ ചാനലിൻ്റെ അടിയിൽ കൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ട് തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കത്തില്ല. പക്ഷെങ്കിൽ അതൊരു നല്ല സന്തോഷം തരുന്നൊരു കാര്യമാണ് നിങ്ങളങ്ങനെ കമൻ്റ് ഇട്ടാൽ. പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ദുർഘട സമയം, നിങ്ങളുടെ രോഗത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്താൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈശ്വരനോട് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ദൈവികമായ ഒരു പ്രവൃത്തി. അതാണ് മഹാദേവൻ്റെ ശക്തി അവിടെ വെളിപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. എൻ്റെ പ്രതിസന്ധിയിൽ മാസ്റ്റർ മൈൻഡിലെ തിരുമേനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ചക്രവർത്തി യോഗം രാജയോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് കർക്കിടകക്കുറുകാർക്ക്. 7-ൽ ശുക്രൻ നിൽക്കുന്നു. നല്ലതാണ്. ഭാര്യയും ഭർത്താവും സ്നേഹബന്ധത്തിൽ കൂടിയൊക്കെ പോയി ചിലപ്പോൾ കലയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടം, അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലയിലുള്ള നേട്ടം, അത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ 2-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ തേടി വരാം, ഭാഗ്യം കൊണ്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകാം. അപ്പോൾ കർക്കിടകക്കുറുകാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചക്രവർത്തി രാജയോഗം ചെയ്ത ചൊവ്വയാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്. ചൊവ്വ അവരുടെ 10ാം ഭാവത്തിൻ്റെ അധിപനാണ്. അവരുടെ പ്രവർത്തന മേഖല, എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ വിജയം കണ്ടെത്താൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കർക്കിടകക്കുറുകാർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഏകദേശം ഭേദപ്പെട്ട സമയം തന്നെയാണ്. വളരെ വലിയ നേട്ടമൊന്നുമല്ല, ഏകദേശം അനുകൂലമായ ഒരു സമയത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെങ്കിൽ ഇവർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാനോ പല കാര്യങ്ങളിൽ ഒരു ഉത്തമമായ തീരുമാനമെടുക്കാനോ ഒരു പ്രശ്നം പരിഹരിക്കാനോ പറ്റാത്തൊരു സാഹചര്യവും ഇവരിലുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ശനിയാഴ്ച ദിവസം അവർ കടന്നു പോവുക. ശനിയാഴ്ച ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് 7-ൽ ശനി നിൽക്കുന്നൊരു ദിവസമാണ്. അവർക്ക് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 10-ൽ ചന്ദ്രൻ നിൽക്കുന്നു. 10ാം കേന്ദ്രഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്കുറപ്പാണ്. തൊഴിൽപരമായുള്ള നേട്ടം ഉറപ്പാണ്.
കുടുംബജീവിത ഭദ്രത ഉറപ്പാണ്. ദാമ്പത്യ ജീവിത സുഖകരമായ ദിവസമാണ്. 7-ലെ ശനി ദോഷം ചെയ്താലും ചന്ദ്രൻ അതൊക്കെ പരിഹരിച്ചു പോകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഒരു പ്രശ്നം അവർക്കുണ്ട്. അവർ എത്ര കഷ്ടപ്പെട്ടാലും തികഞ്ഞു പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ടാകും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ടാകാം. അപ്പോൾ അതൊക്കെ അവരെ അലട്ടുന്നൊരു വിഷയമാണ്. അത് 10-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ അനിഷ്ടഭാവത്തിൻ്റെ അധിപനാണ് കേന്ദ്രഭാവത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അനിഷ്ടഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ വന്നാൽ എത്ര തുഴഞ്ഞാലും, അല്ലെങ്കിൽ എത്രയെത്ര നല്ല സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നാലും അത് അവർക്ക് അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ അവർക്കുണ്ടാകും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ പൂജ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഭാരപ്പെടുന്നവർ നിങ്ങൾ പൂജയ്ക്ക് പങ്കുചേരുക. അപ്പോൾ ആ പൂജയിൽ കൂടി നിങ്ങളുടെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതാണ് അവിടുത്തെ നേട്ടം. അതാണ് മഹാദേവൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് തൊഴിൽ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളൊരു കട നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കച്ചവടം കടയിലുള്ള സമയത്ത് എനിക്ക് കടയിൽ പോകാൻ പറ്റുന്നില്ല, കട തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നേട്ടമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കടയിൽ പോകാനും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുവാനും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിലെ തിരുമേനി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ച് നിങ്ങൾ കടയിലേക്ക് ഓടിപ്പോകും, നിങ്ങളുടെ കട തുറക്കും. അതാണ് ആ ശക്തി അവിടെ വന്നു ചേരുക. അപ്പോൾ അതിനുള്ള പവറുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല സമയത്തെ നേട്ടങ്ങൾ ഒരിക്കലും കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ട. നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുമെങ്കിൽ അതാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ പിന്നെ മരണത്തെ മുഖാമുഖം കണ്ട എത്രയോ പേരെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. മരണത്തിൽ നിന്ന് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ പൂർണ്ണമായിട്ടും പരിഹരിച്ചെന്നുള്ളതല്ല, പക്ഷെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിടാതെ അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കടബാധികളാൽ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ തക്കം നോക്കിയിരുന്ന സമയത്ത് അവരെയൊക്കെ ഞാൻ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊരു ദൈവികമായ ശക്തിയാണ്, മഹാദേവൻ്റെ ശക്തിയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ട് എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് യാതൊരു നേട്ടവുമില്ല. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ആവശ്യമാണ്. അതെനിക്കൊരു പ്രോത്സാഹനമാണ്, അത് ചെയ്യണം. പക്ഷെങ്കിൽ സത്യമായിട്ട് പറയണമല്ലോ, എല്ലാവരോടും സത്യം പറയണമല്ലോ. അപ്പോൾ ഇതാണ് സത്യം. അപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. ബാക്കി മക്കളെ കൊണ്ടും തൊഴിൽപരമായുള്ള കാര്യങ്ങളും എല്ലാം അനുകൂലമായ ഒരു ദിവസമാണ്. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസം അവരുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഈ ശനിയാഴ്ച ദിവസം മറ്റ് ഗ്രഹങ്ങൾ ഈ ശനിക്ക് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ശനിയുടെ തൊട്ടുപുറകിൽ ശുക്രനുണ്ട്, തൊട്ടു മുമ്പിൽ രാഹുവുണ്ട്. അപ്പം ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനിയുടെ തൊട്ടു മുമ്പിൽ രാഹു, തൊട്ടു പുറകിൽ ശുക്രൻ. അപ്പം നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ശുക്രൻ നമ്മുടെ മുമ്പിലായിരുന്നെങ്കിൽ നമുക്ക് നേട്ടം വന്നേനെ. പക്ഷെങ്കിൽ അവിടെ രാഹുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളെല്ലാം ജീവിതത്തിൽ മുമ്പോട്ടാണ് യാത്ര ചെയ്യുന്നത്. ഓരോ ദിവസം മുമ്പോട്ടാണ്. 12-ൽ നിന്ന് 13, 13-ൽ നിന്ന് 14-ലേക്ക്, 24-ൽ നിന്ന് 25-ലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണ് നിൽക്കേണ്ടത്. അല്ലേ? ശുക്രൻ സുന്ദരിയായ ഒരു സ്ത്രീയെ ഉപമിക്കുന്ന ഒരു ഗ്രഹമാണ്. ആ സുന്ദരിയായ സ്ത്രീ, നല്ല ഒരു സരസ്വതി ദേവി, ലക്ഷ്മി ദേവി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ സൗഭാഗ്യകരമായിരിക്കും. പക്ഷേ ആ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? രാഹുവാണ്. തമോഗ്രഹമായ രാഹു, അന്ധകാരത്തിൻ്റെ ഭീതി പടർത്തുന്ന, തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന, മനുഷ്യനിൽ ദേഷ്യവും കോപവും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന അന്ധകാരത്തിൻ്റെ അധിപതിയായ രാഹുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതയാത്ര സുഗമമാവുമോ? ഒരിക്കലും ആകത്തില്ല. അതാണ് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ശനിയാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ര വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. എന്നാൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ഈശ്വരഭാവം പൂണ്ട് ശനീശ്വരനായി മാറിയാൽ അങ്ങനെയുള്ളവർക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ശനിയാഴ്ച ദിവസം കടന്നു പോകും. കടബാധികളാൽ നിങ്ങൾക്ക് ആശ്വാസം, രോഗത്താൽ ആശ്വാസം, അതുപോലെ തന്നെ നിങ്ങളുടെ
നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള രക്ഷ ഉണ്ടാകുന്നൊരു ദിവസം, ശത്രുക്കളുടെ ദോഷത്തിൽ നിങ്ങളെ രക്ഷിക്കുന്ന ദിവസം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ 11-ാം ഭാവത്തിൽ, കന്നിക്കൂറുകാരുടെ 11-ാം ഭാവത്തിൽ ചൊവ്വ രാജയോഗം ചെയ്തു നിൽക്കുന്നു, ചക്രവർത്തി രാജയോഗം ചെയ്തു നിൽക്കുന്നു. ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സമയമാണ്. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്? എന്താണ് കാരണം? നിങ്ങളുടെ കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു ആര്? രാഹു നിൽക്കുന്നു. നിങ്ങളുടെ ജന്മത്തിൽ ആര് നിൽക്കുന്നു? നിങ്ങളുടെ കൂടെ ആര് നിൽക്കുന്നു? കേതു നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നതും ശത്രു, നിങ്ങളുടെ നേരെ മുമ്പിൽ നിൽക്കുന്നതും ശത്രു. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും കന്നിക്കൂറുകാരോട് പറയുന്നത്, നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്തില്ലെങ്കിൽ ഇനി 6 മാസവും കൂടി നിങ്ങൾ ഈ ദുരിതത്തിൽ കൂടി ഇങ്ങനെ കിടന്ന് നരകിച്ച് ഇങ്ങനെ പോകും. ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഒരു ജീവിതം പുരോഗമനപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് ഓരോ സമയങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് വരാത്തത്. എന്നാൽ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളെല്ലാം ശുഭഗ്രഹങ്ങൾ കേന്ദ്രഭാവത്തിലും പാപഗ്രഹങ്ങൾ അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ഒരു ഗ്രഹനിലയുള്ളവർക്ക് അവരുടെ ജീവിതം നല്ല സ്റ്റഡിയായിട്ട് ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. അല്ലാത്തവർ ഇപ്പോൾ ഒരു ഗൾഫിൽ പോയി 15 വർഷം 16 വർഷം ജോലി ചെയ്തു കുറച്ച് ധനമൊക്കെ ആയിട്ട് നാട്ടിൽ വന്നു, പിന്നീടുള്ള 16 വർഷം കൊണ്ട് ഇതെല്ലാം ഇല്ലാതായി പോകുന്നു, അവർക്കൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം കട്ടപ്പുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആത്മീയവും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെന്ന് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ആത്മീയവും വേണം, ഒരു ദൈവീയ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുമ്പിലുള്ള അന്ധകാരത്തെ നീക്കിക്കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കന്നിക്കൂറുകാരോട് പറയുന്നത്, നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. എത്ര പേർ ചെയ്യുന്നുണ്ട്? പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കും. പക്ഷേ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സമയമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ശനിയാഴ്ച ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഈശ്വരാനുഗ്രഹം, ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് ശനിയാഴ്ച ദിവസം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 വാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അവരുടെ കാര്യപരാജയങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ. ജനിച്ചപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവർക്ക് മാത്രം നേട്ടം, അല്ലാത്തവർക്കെല്ലാം 5-ലെ ശനിയും 8-മത്തിലെ വ്യാഴവും ഒക്കെ ദോഷം ചെയ്യുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ചതിയുമൊക്കെ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറിയായിരുന്നു, പിന്നെ വീണ്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇപ്പോൾ ശനിയാഴ്ച ദിവസം ഉദ്ദേശിക്കുന്നവരുള്ള കാര്യവിജയമോ മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളോ ഒന്നും തുലാക്കൂറുകാർക്കുണ്ടാകണമെന്നില്ല. അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിലിൻ്റെ ഗ്രഹം 8-മത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം അവർക്ക് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് രോഗത്താൽ, കടബാധകളാൽ, ശത്രുതകളാൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 4-ൽ നിൽക്കുന്നൊരു ശനിയാഴ്ച ദിവസം അവർക്ക് ചന്ദ്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബലമുള്ളൊരു ചന്ദ്രനാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 7-ൽ വ്യാഴവും നിൽക്കുന്നുണ്ട്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കേന്ദ്രഭാവമായ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ശനി അവിടെ ബലവാനായിട്ട് നിൽക്കുന്നു. മറ്റൊരു കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിൽ ചന്ദ്രനും ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കട്ടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പം വന്നു നിൽക്കുന്നൊരു ദിവസമാണ്. സുഖവും അതുപോലെ തന്നെ ദുഃഖവും, സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. എല്ലാം ഒപ്പത്തിനൊപ്പം വന്ന് നിൽക്കും. ശനി എന്ന് പറയുന്ന ഗ്രഹം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഭാഗ്യപരമായ പ്രശ്നങ്ങളിലുമൊക്കെ കൈകടത്തുമ്പോൾ, അല്ലെങ്കിൽ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അവിടെ ചന്ദ്രൻ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഈ ജാതകരെ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളും കൊടുക്കുന്നു. അപ്പോൾ
വീട്, വസ്തു, വാഹനം, ഭൂമി, ധനം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവയിലുണ്ടാകുന്ന പോരായ്മകൾ മറന്നുപോയി കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയം കൊണ്ടുള്ള സന്തോഷം കൊണ്ട് മനുഷ്യർ ജീവിച്ചു പോകുന്നു. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അത്ര അനുകൂലമല്ല. അതുപോലെ തന്നെ അവർക്ക് ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയവുമല്ല. ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചികക്കൂറുകാരുടെ അനുഭവം. ഇനി ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാൻ. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ 2-ൽ ശുക്രൻ നിൽക്കുന്നു. 2-ൽ നിൽക്കുന്ന ശുക്രനെ ഇവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ വീക്ഷിക്കുന്നു, ഒരു പാപഗ്രഹം വീക്ഷിക്കുന്നു. അതൊരു വലിയ ദോഷമാണ്. അപ്പോൾ ഇവർക്ക് ശനിയാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം, സഹോദര ഗുണമൊക്കെ ഉണ്ടായാൽ പോലും തൊഴിൽപരമായുള്ള നേട്ടമോ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ധനം തികയാത്തൊരവസ്ഥ പറ്റും. ധനം തികയാത്തൊരവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോവുക. അപ്പോൾ അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. കടമൊക്കെ വാങ്ങിക്കേണ്ടതും ദുർഭാഷണം ചെയ്യാൻ സാധ്യതയുള്ളതുമായൊരു ദിവസമാണ്. അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 2-ലാണ് ശനി നിൽക്കുന്നത്. 2-ൽ നിൽക്കുന്ന ശനി മകരക്കൂറിൽപ്പെട്ടവർക്ക് ചിലർക്ക് ദോഷത്തെ ചെയ്യും, ചിലർക്ക് ഗുണത്തെ ചെയ്യുന്നുണ്ട്. ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന ഗ്രഹമായിട്ടാണ് ശനി ഉള്ളവർക്കെങ്കിൽ ഈ 2-ലെ ശനി അവർക്ക് കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ വരുത്തി വെക്കുന്നു. ധനം തികയാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം ചിലരൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ശനി അനുകൂലമായിട്ടുള്ളവർക്ക് ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ കുടുംബജീവിതവും ഒക്കെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനപരമായ സ്ഥിതിയൊക്കെ പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ശനിയാഴ്ച ദിവസം അവർക്ക് 7-ലെ ചൊവ്വയാണ് അവർക്കൊരു ദോഷം ചെയ്യുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വ പക്ഷെങ്കിൽ രാജയോഗം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദോഷമൊന്നും കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും പ്രവർത്തന മേഖലയിലെ വിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. എന്നാൽ ഈ ചൊവ്വയും ശനിയും ജനിച്ച സമയത്ത് അനിഷ്ടഗ്രഹങ്ങളായിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെതായ ദോഷവശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഏറ്റവും കുറഞ്ഞ വർഷം സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പുട്ടാതി, മുക്കാൽ നാളുകാർക്ക് ശനി ജന്മത്തിൽ നിൽക്കുന്നൊരു ശനിയാഴ്ച ദിവസം അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ട് സ്ട്രോങ് ആയിട്ട് 2 ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. അതിനാൽ ജന്മശനിയുടേതായ ഏതെങ്കിലും ദോഷവശങ്ങൾ വന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശക്തി ഈ വ്യാഴവും ചന്ദ്രനും കുംഭക്കൂറുകാർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് കടബാധകളാലോ ശത്രുതകളാലോ രോഗത്താലോ ഭാരപ്പെടുന്നവർക്കുള്ള ആശ്വാസവും തൊഴിൽഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു തരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് 12-ലാണ് ശനി നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനി ദോഷത്തെ ചെയ്യുന്നു പറയുന്നു. അപ്പോൾ മീനക്കൂറുകാർക്ക് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. അവർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 3-ലാണ് നിൽക്കുന്നത്. ജന്മഭാവത്തിൻ്റെ അധിപൻ 4-ൽ നിൽക്കുകയും 12-ലെ ശനി ദോഷം ചെയ്താൽ പോലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നതിനും. പക്ഷേങ്കിൽ ഇവിടെ 12-ലെ ശനി അവർക്ക് ദോഷം ചെയ്തൊരു സാഹചര്യത്തെ കൊടുക്കുന്നു. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളും തൊഴിൽപരമായുള്ള നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും 31-ാം തീയതിയിലെ സർവൈശ്വര്യ പൂജയെക്കുറിച്ചൊന്ന് ഓർത്തിരിക്കണം. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ അനുഗ്രഹവും മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാവരോടും കൂടി എന്നും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.